ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന് തെരുവ് നാടകം തയ്യാറാക്കിയിരിക്കുകയാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ. നാട്ടിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ബോധവൽക്കരണവുമായി ഈ കുട്ടികൾ വരും ദിവസങ്ങളിലും എത്തും. ഈ നാടകത്തിന്റെ പ്രത്യേകതകളെ പറ്റിയും ആശയത്തെപ്പറ്റിയും കുട്ടികൾ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. നമ്മുടെ നാടിന്റെ അഭിമാനം ഈ നാട്ടിൽ നിന്നും ആദ്യമായി ഡോക്ടറായ ഗോപാലൻകുട്ടിക്ക് അല്ല, നമ്മുടെ ഗോപാലൻകുട്ടിക്ക് സ്വീകരണം. നമ്മളുടെ കേളപ്പേട്ടന്റെ മകൻ ഗോപാലൻകുട്ടിക്ക് ഈ നാട്ടിലെ വായനശാല നൽകുന്ന സ്വീകരണം. പ്രിയപ്പെട്ട നാട്ടുകാര്, മലരണക്കാടുകളിൽ തിങ്ങി വിങ്ങിയ മരതകാന്തിയിൽ മുങ്ങിയ ഈ മലയോര ഗ്രാമത്തിന്റെ അഭിമാന കുഞ്ചിതനും ആനന്ദ പുളഹിതനുമായ ഇനി മിണ്ടിയ സിറിഞ്ച് കുത്തിവെക്കും, ഉറപ്പുള്ള കാര്യമാണ്. നമ്മളിപ്പം ഈ നാട്ടിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ലഹരിയാണ്. എല്ലായിടത്തും ലഹരി മാത്രമേ ഉള്ളൂ. അപ്പം അതിനെതിരായി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് സ്കൂൾ കുട്ടികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ തിരിച്ചറിയിക്കുക, തിരിച്ചറിവ് നൽകുക എന്നാണ് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതിനായി ഞങ്ങളൊരു തെരുവ് നാടകമാണ് ഇവിടെ നടത്തിയത്. ആരും പേടിക്കണ്ട, ഈ അടിപൊളി ഐറ്റം ഈ തങ്ങിന്റെ ഉണ്ട്. തങ്കണ്ണനോ? ഹരിക്കുട്ടാ, ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പറ്റിയ നല്ല സ്വയംഭര ഐറ്റം ഈ തങ്കം തരുമല്ലേ? തങ്കാട്ടം നല്ല ഫോമിലാണല്ലേ? തങ്കം നല്ല ഫോമിലാണോ മക്കളെ? ഈ തെരുവുനാടകത്തിൻ്റെ ആശയം തന്നെ ഈ യുവത്വത്തിൽ ലഹരിയിൽ വഴിമുങ്ങിപ്പോകുന്ന യുവത്വങ്ങൾക്ക് ജീവിതമാകുന്ന ലഹരിയിലേക്ക്, ജീവിതത്തിൻ്റെ ലഹരിയെ തിരിച്ചറിയുവാനും അത് ആസ്വദിക്കുവാനും അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഈ നാടകം, ഈ തെരുവ് നാടകത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എനിക്കൊരു നുള്ളു സാധനം മതി, എന്റെ തലയൊക്കെയാണെ പൊട്ടിത്തെറിക്കുക, സിരകളൊക്കെ വലിഞ്ഞു മുറുകുക. അങ്ങോട്ട് എനിക്ക് ഒരു നുള്ളു സാധനം തരുമോ? എടാ മാനെ ഗോപാലൻകുട്ടി, നീ എന്താണ് ഈ പറയുന്നത്? നിനക്ക് എന്താണ് വേണ്ടത്? നീ നിന്റെ അച്ഛനോട് പറ മോനെ. അച്ഛാ, അച്ഛനെങ്കിലും ഒന്ന് സഹായിക്കൂ എന്നെ. എനിക്ക് ഇത്തിരി സാധനം മതി. ഞാൻ നഗരദീപങ്ങളുടെ കണ്ണഞ്ചി വെളിച്ചത്തിൽ മതിച്ചു കിടക്കുമല്ലായിരുന്നോ? ഉയർന്ന നിലയിൽ പഠിച്ച് വലിയ വിദ്യാഭ്യാസം നേടുന്ന ഒരു ഡോക്ടർ, എന്നാൽ ലഹരിയുടെ പാതയിൽ വീണു പോകുന്ന ആ ഡോക്ടർ കാരണം ആ നാടിൻ്റെ പ്രതീക്ഷകളാണ് അവിടെ അറ്റുവീഴുന്നത്. ലഹരിയിൽ വീണുപോയ ഡോക്ടർ തിരികെ ജീവിതത്തിലേക്ക് എത്തുകയും അങ്ങനെ ലഹരി ഉപേക്ഷിച്ചുകൊണ്ട് ശോഭനമായൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയുമാണ് ചെയ്യുന്നത്.